ഒരച്ഛൻ പറഞ്ഞ സംഭവം ഓർക്കുവാണ്. ഒരിക്കലും ഒരു ബസ്സിൽ ഒരു യാത്രക്കാരൻ ബസ് നിർത്തുന്ന എല്ലാ സ്റ്റോപ്പിലും, പള്ളികളുള്ള എല്ലാ സ്റ്റോപ്പിലും നേർച്ചയിടുകയാണ്. ഒരച്ഛൻ വിചാരിച്ചു, എന്തൊരു ഭക്തനായ മനുഷ്യനാണ്, എല്ലാ സ്റ്റോപ്പിലും നേർച്ചയിടുന്നുണ്ടല്ലോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബസ് ഒരു അമ്പലത്തിന് മുമ്പിൽ നിർത്തി. അവിടെയും ഇയാൾ നേർച്ചയിടുകയാണ്. ഇയാളൊരു ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കിയ വൈദ്യൻ അയാളോട് ചോദിക്കുവാണ്, താങ്കൾ എന്താണ് ഈ അമ്പലത്തിലൊക്കെ നേർച്ചയിടുന്നത്? അയാൾ പറയാണ്, എൻ്റെ പൊന്നച്ഛ, എവിടെയാ ശരിയാവണേന്ന് പറയാൻ പറ്റില്ലല്ലോ. പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസം അങ്ങനെയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ പിശാച് ബാധിതനായ ഒരു മനുഷ്യനെയും കൊണ്ട് അവൻ്റെ പിതാവ് വരികയാണ്. എന്നിട്ട് ഈശോയോട് ചോദിക്കുവാണ്, ഈശോയെ, അങ്ങേക്ക് കഴിയുവാണെങ്കിൽ ഞങ്ങളോട് കരുണ തോന്നാവോ, ഞങ്ങളെന്ന് സഹായിക്കാവോ എന്നൊക്കെ. ഈശോ ചോദിക്കുവാണ്, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്നുള്ളത്. കിട്ടിയാ കിട്ടി, പോയാ പോയി. നമ്മുടെയൊക്കെ വിശ്വാസം പലപ്പോഴും അങ്ങനെയാണ്. ഇയാളിങ്ങനെ ചോദിക്കുമ്പോൾ ഈശോ അത്ഭുതപ്പെടുന്നതിന് കാരണം എന്താണ്? ഇത് കിട്ടോ ഇല്ലയോ എന്ന് ഇയാൾക്ക് പോലും ഒരു ഉറപ്പില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെയായി പോകാറില്ലേ? ശരിക്കും 100% കിട്ടുമെന്ന് ഉറപ്പോടു കൂടിയാണോ നമ്മൾ പ്രാർത്ഥിക്കാറ്? ഇനി കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, എന്നാൽ പിന്നെ അങ്ങ് നേർന്നേക്കാം എന്ന ചിന്താരീതിയൊക്കെ. ഇനി നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിലോ? നിരാശയും. ഈ പിതാവ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും സംശയത്തോടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാതെ ഞാൻ നിന്നിട്ടുണ്ട്. ഇനി കിട്ടിയാലും ഇല്ലെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല. ഈ ഒരു നോമ്പുകാലത്തെങ്കിലും ആഴമായിട്ടുള്ളൊരു വിശ്വാസം ജീവിതത്തിലേക്ക് വരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം.